ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ട്രാവൽ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കിയിലെ തുമ്പിച്ചി കുരിശുമല എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നമുക്ക് പോകാം. തൊടുപുഴ പുളിയന്മല റൂട്ടിലാണ് കേട്ടോ തുമ്പിച്ചി കുരിശുമലയുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴ്വാരത്തെത്തി. അവിടെ ഒരു കരിക്ക് വിൽക്കുന്ന ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കരിക്കൊക്കെ കുടിക്കാം. അപ്പോൾ നമുക്ക് പതുക്കെ കയറാൻ കൊണ്ട് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ അതിനെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പള്ളിയാണിത്. ഉയർപ്പിൻ്റെ ചിത്രങ്ങളൊക്കെ ഇവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല കുത്തനെയുള്ള കയറ്റമാണത്. പക്ഷേ നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ഈ കയറ്റം ഫീൽ ചെയ്യത്തില്ല. അത്ര മനോഹരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണിത്. നമ്മൾ മലയാറ്റൂർ പള്ളിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ കുരിശടികളുണ്ട് കേട്ടോ അവിടെ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളൊക്കെയാണ് അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ പതുക്കെ മുകളിലേക്ക് കയറി പോകേണ്ടത്. നമ്മൾ മുകളിൽ എത്തിക്കഴിയുമ്പോൾ ആദ്യം കാണുന്നത് ഈ രൂപമാണ്. ഈ രൂപം കണ്ട് ഇവിടെ നിന്ന് നമുക്ക് നല്ല ഫോട്ടോയൊക്കെ എടുക്കാം. അവിടെ നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് എപ്പോഴും. അത്ര ഉയരത്തിലായതുകൊണ്ട് നല്ല രസമാണത്. ഇതാണ് കേട്ടോ മുകളിലെത്തുമ്പോൾ ഈ പള്ളിയാണ് ഇവിടുത്തെ മെയിൻ. ഈ നല്ലൊരു ഭംഗിയുള്ളൊരു പള്ളി ഇവിടെയുണ്ട്. നമ്മൾ ഈ കുരിശുമലയുടെ ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ അവിടെ ക്രിസ്തുവിനെ കുരിശിൽ തറച്ചൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫീലാണ് അവിടെ വരുമ്പോൾ. നമ്മൾ ആദ്യം കണ്ട ആ രൂപത്തിൻ്റെ അവിടെ നിന്ന് നേരെ തന്നെ ആട്ടോ പോകേണ്ടത്. അവിടെ കല്ലിൽ ഇങ്ങനെ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടിൽ തന്നെ പോയാൽ അതിനൊരു ഓർഡറിലൊക്കെയാണ് അവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടത്. അങ്ങോട്ട് പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് നേരെ പോവാം.
ആദ്യം കുരിശിത്തറച്ച രൂപം കണ്ടില്ലായിരുന്നോ, അതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ നമ്മുടെ ഈ ട്രിപ്പിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ വരുന്നത്. അവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, സൂപ്പറാണ്. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെയിലൂടെ വെള്ളം ഒഴുകി വരുന്നതും കുറേ മലകളും കോടമഞ്ഞും ഭയങ്കര ബ്യൂട്ടിയാണ്, കാറ്റും വല്ലാത്തൊരു ഫീലാണ് അവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ ഇതിൻ്റെ ഈ ടോപ്പിൽ വരുമ്പോൾ ഭയങ്കര കാറ്റാണ്. അവിടെ ചുറ്റുമുള്ള കാഴ്ചകളും ഭയങ്കര മനോഹരമാണ്. വാഗമണ്ണിൻ്റെ സൈഡൊക്കെയാണ് ആ സൈഡിൽ കാണുന്നതെന്ന് തോന്നുന്നു. ഭയങ്കര കുളിർന്ന കാറ്റും വെയിലാണെങ്കിലും നല്ല കാറ്റ് ഇവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞങ്ങൾ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു, തൊപ്പി വരെ പറന്നു പോകുന്ന വിധത്തിലുള്ള കാറ്റ് അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഗുഹയുണ്ട് കേട്ടോ, ഒരു ഗുഹ. രണ്ട് കല്ലുകൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് ഒരാൾക്ക് കഷ്ടി നടന്നു പോകാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ നല്ലൊരു അനുഭവമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നടന്ന് കാണാം. അവിടെ നിന്ന് നേരെ ഇറങ്ങുന്നതും ബ്യൂട്ടിഫുള്ളായ നമ്മൾ ആദ്യം പോയ ആ ലൊക്കേഷനിലേക്ക് തന്നെയാണ്. കുറച്ച് നേരെ നടക്കുമ്പോൾ അവിടെ തിരുപ്പിറവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, തിരുപ്പിറവിയുടെ രൂപങ്ങൾ. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു ദൈവികമായൊരു അനുഭവം കൂടിയാണ് അവിടെ വരുമ്പോൾ. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ട് ബ്യൂട്ടിഫുൾ സീനറിയാണ് കേട്ടോ. ഇവിടെ നിന്ന് താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്, രസമാണ്. ഇതുവഴി ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണെങ്കിലും ഇതും അഗാധമായൊരു കൊക്കയാട്ടോ. താഴോട്ട് കണ്ടോ, ഇത് ഭയങ്കര താഴ്ചയാണ്. എനിക്ക് തോന്നുന്നു 100-500 അടി താഴ്ച ഉണ്ടാവും മിക്കവാറും, അത്രയും താഴ്ചയിലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. മൊബൈലൊക്കെ ആയിട്ട് പോകുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇവിടെ പിന്നെ ഒരു സൈഡിലായിട്ടൊരു കോൺക്രീറ്റ് സ്തൂപം പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇതാ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. അത് രാവിലെയൊക്കെ പോയാൽ ചിലപ്പോൾ വിസിബിലിറ്റി കുറയും, അത് വേറെ അനുഭവമായിരിക്കും കേട്ടോ. രാവിലെ കുറച്ചുകൂടി കോടയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ നിന്ന് സീനറി കണ്ടിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് നമ്മൾ കയറി വന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും. ഇവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് കുറേ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയാണ്, ഒരു ഉദ്യാനം പോലെയുണ്ട്. ഇവിടെ നമുക്ക് കുറേ നേരം ഇരുന്ന് വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ അവരിങ്ങനെ റെഡിയാക്കി കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവികമായ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കുറച്ച് നേരം ഇവിടെ വിശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം പള്ളിയുടെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി പള്ളിയുടെ ബാക്ക് സൈഡ് ചുറ്റി ആ കാഴ്ചകളൊക്കെ കണ്ട് റൗണ്ട് അടിച്ച് വീണ്ടും നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ വന്നിട്ട്
തിരിച്ച് നമ്മൾ ഇതുവഴി നമ്മളിങ്ങനെ ഇറങ്ങി പോകാം കേട്ടോ. നമ്മളിപ്പോൾ തുമ്പച്ചിമലയുടെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ പതുക്കെ തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.